ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വീഡിയോ എന്ന് ചോദിച്ചാൽ ഞാനും ജിതിനയും കൂടെ ഇന്ന് മാടായിക്കാവിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളെയൊക്കെ കൂട്ടി മാടായിക്കാവിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ മക്കൾ രണ്ടാളും വന്നിട്ടില്ല കേട്ടോ. അവിടെ അപ്പുറത്തെ വീട്ടിൽ പുഷ്പേച്ചികളിൽ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരാൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു, ചെറിയ ആൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും ജിതിനേൻ്റെ മക്കളും എല്ലാവരും കൂടെ മാടായിക്കാവിലേക്ക് പോയെന്ന്. അപ്പോൾ വരുമ്പോഴേ ജിതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ അല്ലറ ചില്ലറ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാടായിക്കാവ് എത്താറായി കേട്ടോ. അപ്പോൾ രണ്ടാളും കറക്റ്റ് സമയത്ത് തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയതുകൊണ്ട് ആരെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ പിള്ളേരൊക്കെ കൂട്ടി മാടായിക്കാവിലേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര തിരക്ക് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും കർക്കിടക മാസം ആയതുകൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു. മിക്കവാറും കർണാടകക്കാരായിരുന്നു കേട്ടോ മാടായിക്കാവിൽ. അപ്പോൾ എങ്ങനെയൊക്കെയോ ക്യൂ നിന്ന് വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ മാടായിക്കാവിലമ്മയും തൊഴുത് നേരെ മാടായിപ്പാറക്കാണ് പോയത്. അപ്പോൾ മാടായിപ്പാറക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ആൾക്കാർക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മാടായിക്കാവിൽ വന്ന് തൊഴുത് എല്ലാവരും നേരെ മാടായിപ്പാറക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കുളത്തിൻ്റെ കരയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ജിതിനക്ക് വീഡിയോ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് വീഡിയോസ് എടുത്തു. ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെക്കൊണ്ടും കുറച്ച് വീഡിയോസ് എടുപ്പിച്ചു. ഈ വ്ളോഗ് എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല, എന്നാലും തട്ടിയും മുട്ടിയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാൾക്കും ഇല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ കണ്ടാൽ ഭയങ്കര ചമ്മലാട്ടോ വീഡിയോസൊക്കെ എടുക്കുക. ആ ഒരു പ്രശ്നം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വ്ളോഗൊന്നും ശരിയായ രീതിയിൽ ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ വഴിപാട് കഴിക്കാൻ വേണ്ടി വഴിപാട് കൗണ്ടറിൽ ക്യൂ നിൽക്കുകയെന്ന് കണ്ടോ, ആൾക്കാർ കണ്ടോ. ഇതൊന്നല്ല ആൾക്കാർ, ബാക്കിലൊക്കെ കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് ഉള്ളിൽ പോയി തൊഴുത് പുറത്തെത്തിയിട്ടുണ്ട്. നമ്മളെ ഭക്ഷണം 11:30 ഭക്ഷണം കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നദാനം. അപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കാതെയാണ് മാടായിപ്പാറക്കൊക്കെ പോയത്. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് തോന്നിയത് ടോക്കൺ എടുത്തിട്ട് വരായിരുന്നു എന്ന് തോന്നിയത്. ടോക്കൺ തീർന്നു പോയാൽ പിന്നെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ മാടായിപ്പാറക്കേക്ക് പോകുമ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാമെന്ന് കരുതി ഇവിടേക്ക് വന്നതാണ്. നല്ല ഉണ്ണിയപ്പമായിരുന്നു. ജിതിന ഉണ്ണിയപ്പവും തരിയുണ്ടിയും ഒക്കെ വാങ്ങി. അപ്പോഴാണ് മക്കൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നദാനം കൊടുക്കുന്നവിടേക്ക് പോയി വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ മാടായിപ്പാറക്കേക്ക് പോയത്. ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 മണി 4 മണി വരെ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ മഴ കുറവാണ്. കണ്ണൂർ മഴ വളരെ കുറവാണ്. ഇന്ന് തീരെ മഴയുണ്ടായിരുന്നില്ല. നല്ലൊരു വേനൽക്കാലമാണെന്ന് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ. അപ്പോൾ ജിതിന ഷോപ്പിൽ നിന്ന് വെള്ളവും ഫ്രൂട്ടിയും ഒക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് കടലൊക്കെ വാങ്ങി മാടായിപ്പാറക്കേക്ക് നടന്ന് പോവാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്, നല്ല രീതിയിലൊരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല കേട്ടോ. എങ്ങനെ വന്നാലും നമ്മളെ വ്ളോഗ് കൊളാവാറാണ് പതിവ്. എന്നാലും അടുത്ത വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും ജിതിനയും പിള്ളേരും കൂടെ മാടായിപ്പാറക്കേക്ക് നടന്ന് പോയി. അപ്പോൾ ജിതിനേൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെറ്റിങ്സൊക്കെ എടുത്തിട്ടാണ് ജിതിന വന്നത്. അപ്പോൾ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ രാവിലെ പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ മാടായിക്കാവിൽ വരുന്നതുകൊണ്ട് പിന്നെ അവിടെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉച്ചവരെ ഒരു 12 മണി വരെ മാടായിക്കാവിൽ ഇവിടെ ചിലവഴിച്ചു. അപ്പോൾ കണ്ടോ മൊത്തം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് തിരക്കായിരുന്നു മാടായിക്കാവിൽ. അപ്പോൾ നമ്മൾ നടന്ന് മാടായിപ്പാറയ്ക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ടോക്കൺ എടുക്കാത്ത കാര്യം മറന്നു പോയത്. അപ്പോൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഊതി ഒന്ന് വീർപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനും ഊതാനൊന്നും നിന്നില്ല, ജിതിന് തന്നെയാണ് ഊതിയത്. അപ്പോൾ അതാണെങ്കിൽ തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് കയ്യിൽ വെക്കുമ്പോൾ തന്നെ പാറിപ്പോന്നു. അപ്പോൾ 2-3 പ്രാവശ്യം അത് പറന്നു പോയി പിടിച്ചു. ഒടുവിൽ കുറച്ച് ഫോട്ടോസൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇത്രയും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ.